അല്ലാഹുവേ, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ബർക്കത്ത് കൊണ്ട് ഞങ്ങളുടെ മുറാദുകൾ നീ ഹസനാക്കണേ അല്ലാഹ്. ഒരുപാട് മുഅ്മിനീങ്ങൾ നമ്മളോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. പടച്ചവനെ, അവരുടെ എല്ലാ ഹലാലായ ഉദ്ദേശങ്ങളും നീ സാധിപ്പിച്ചു കൊടുക്കണേ അല്ലാഹ്. ഇത് ഞാൻ പറയാൻ പോകുന്ന വിഷയം ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട് ഉസ്താദേ, വീട്ടിൽ വളരെയധികം ബുദ്ധിമുട്ടാണ്, പ്രയാസമാണ്, കടങ്ങളാണ് എന്നൊക്കെ ഒത്തിരി പേര് നമ്മളോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. പടച്ചവനെ, അവിടെ എല്ലാ പ്രയാസങ്ങളും നീ മാറ്റണേ അല്ലാഹ്. അങ്ങനെ ജീവിതത്തിൽ ബുദ്ധിമുട്ടുകളും വിഷമങ്ങളും പങ്കുവെക്കാറുണ്ട്. അങ്ങനെയുള്ളവർക്ക് എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അവർക്ക് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തരുന്ന നല്ലൊരു പരിഹാരമാണ് ഈ ദിക്ർ. അതുപോലെ തന്നെ പലരും പറയാറുണ്ട് ഉസ്താദേ, എന്താണെന്നറിയില്ല, വീട്ടിൽ എപ്പോഴും ആപത്തുകളാണ്, വീട്ടിലുള്ളവർക്ക് മാറി മാറി രോഗങ്ങളാണ്, എപ്പോഴും പ്രയാസവും സങ്കടങ്ങളുമാണ് എന്തൊക്കെ പറയുന്നവരുണ്ട്. അവർക്കൊക്കെ ഉള്ള നല്ലൊരു ദിക്റാണ് ഞാനിന്ന് പറഞ്ഞു തരാൻ പോകുന്നത്. അപ്പൊ മഹത്തായ ഒരു ദിക്റിനെ കുറിച്ചാണ് ഞാൻ നിങ്ങൾക്ക് ഇന്ന് പറഞ്ഞു തരാൻ പോകുന്നത്. ഈ ദിക്ർ എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ദാരിദ്ര്യം കൊണ്ട് കഷ്ടപ്പെടുന്നവരുണ്ടോ, കടത്തിൽ കുടുങ്ങിയവരുണ്ടോ, ദുഃഖങ്ങളിലൂടെയും പ്രയാസങ്ങളിലൂടെയും കടന്നു പോകുന്നവരുണ്ടോ, അത് ചിലപ്പോൾ നാം അനുഭവിക്കുന്ന നമ്മുടെ ജീവിതത്തിൽ നാം ചെയ്തു വെക്കുന്ന ചില തെറ്റുകൾ കാരണമാകാം. ആ തെറ്റുകൾ മൂലമാകാം ഒരിക്കലും ഒരു ഉയർച്ച ഉണ്ടാകുന്നത്. ഹബീബായ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ്, വീട്ടിൽ ദാരിദ്ര്യമുള്ളവരെ, വേദനകളുടെയും പ്രയാസങ്ങളിലൂടെയും കഷ്ടപ്പാടുകളിലൂടെയും കടന്നു പോകുന്നവർ, വീട്ടിൽ ബർക്കത്ത് വന്നു നിറയാൻ 4 കാര്യങ്ങൾ ആരുടെയെങ്കിലും ജീവിതത്തിൽ ശ്രദ്ധിക്കാറുണ്ടോ എങ്കിൽ അവന്റെ ജീവിതത്തിൽ വലിയ ബർക്കത്താണെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. 4 കാര്യങ്ങൾ എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ നിങ്ങൾ ചിന്തിച്ചു നോക്ക്. ഇൻഷാ അല്ലാഹ് ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ കൊണ്ടുവന്ന് നോക്ക്. നിങ്ങളുടെ ജീവിതത്തിൽ വലിയ വലിയ ബർക്കത്ത് ഉണ്ടാകുന്നതാണ്. കാരണം ഇത് അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളെ പഠിപ്പിച്ചതാണ്. ഒന്ന്, സുബഹിക്ക് മുമ്പേ എഴുന്നേൽക്കുക. സുബഹി വാങ്ക് വിളിക്കുന്നതിന് മുമ്പ് എണീക്കുക മനുഷ്യരെ. സുബഹിക്ക് മുമ്പേ എണീക്കുന്ന ആൾക്കാർക്ക് അല്ലാഹു ഒരിക്കലും ദാരിദ്ര്യം കൊടുക്കുകയില്ല എന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. അപ്പൊ സുബഹി നമസ്കാരം കഴിഞ്ഞതിന് ശേഷം നിങ്ങളൊരു കാര്യം ചെയ്തു നോക്ക്, അതിൽ വലിയ ബർക്കത്തുണ്ട്. രണ്ടാമതായി എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അല്ലാഹുവിന്റെ ഹബീബ് പറയുകയാണ്, ബാങ്ക് വിളിക്കുന്നതിന് മുമ്പേ ഓതു കൊടുക്കുന്ന മനുഷ്യന്, ആ മനുഷ്യൻ ഒരിക്കലും ദാരിദ്ര്യം കടന്നു വരുന്നതല്ല. അപ്പൊ ബാങ്ക് വിളിക്കുന്നതിന് മുമ്പ് ഓതു കൊടുക്കുന്ന മനുഷ്യന്റെ ജീവിതത്തിലോ അവന്റെ ഭവനത്തിലോ ഒരിക്കലും ദാരിദ്ര്യം കടന്നു വരികയില്ല. മൂന്നാമതായി അല്ലാഹുവിന്റെ ഹബീബ് പറയുന്നു, സുബഹിക്ക് മുമ്പേ എഴുന്നേറ്റ് ഓതു കൊടുത്തിട്ട് ബാങ്ക് വിളിക്കുന്നതിന് മുമ്പേ മുസല്ലിയിലിരിക്കുന്ന ഉമ്മ-പെങ്ങന്മാരെ, പള്ളിയിൽ പോകുന്ന സഹോദരന്മാരെ, നിങ്ങളുടെ ജീവിതത്തിൽ അല്ലാഹു ഒരിക്കലും ദാരിദ്ര്യം തരുകയില്ല എന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. അപ്പൊ സുബഹി നമസ്കരിക്കാൻ തയ്യാറാകുന്ന മുഅ്മിനീങ്ങൾക്ക് അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ദാരിദ്ര്യം നൽകുകയില്ല. നാലാമത്തെ കാര്യം, ഒരാളെ കുറിച്ചും ഫിത്ന പറയാതെ മിണ്ടാതിരിക്കുന്നവന് അല്ലാഹുവിന്റെ റസൂൽ പറയുന്ന ജീവിതത്തിൽ ഒരിക്കലും ദാരിദ്ര്യം വരുകയില്ല. ജനങ്ങളെ കുറിച്ച് പരദൂഷണങ്ങളും അതുപോലെ തന്നെ ഏഷണിയും വഴിയും ഫിത്നയും ഉണ്ടാക്കരുത്. ഒരാളെ കുറിച്ചും മിണ്ടാതിരിക്കുന്ന ജീവിതത്തിൽ ഒരാളെ കുറിച്ചും പരദൂഷണം പറയാത്ത മനുഷ്യന് അവനിലേക്ക് ദാരിദ്ര്യം കടന്നു വരികയില്ല. അവന് ഒരിക്കലും പേടിക്കണ്ട. അപ്പൊ എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, പരദൂഷണത്തിൽ നമ്മൾ മാറുക. പരദൂഷണം പറഞ്ഞുകൊണ്ടിരുന്ന ദാരിദ്ര്യം നമ്മളെ പിടികൂടുന്നതാണ്. ഈ 4 കാര്യം നിങ്ങൾ ആരെങ്കിലും സൂക്ഷിക്കാറുണ്ടോ, അവിടെ ജീവിതത്തിൽ ദാരിദ്ര്യം വരികയില്ല, ബർക്കത്ത് നിറഞ്ഞ ജീവിതമാകുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മൾ ഒരാളെ കുറിച്ച് ഫിത്ന പറയരുത്, അത് വലിയ തെറ്റാണ്. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിക്കുന്നു, നാം ഒരാളെ കുറിച്ച് കുറ്റം പറഞ്ഞാൽ ആ കുറ്റം നിങ്ങളിൽ വരാതെ നിങ്ങൾ മരണപ്പെടുകയില്ലെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.
ഇന്ന് ഞാൻ പറയാൻ പോകുന്ന വിഷയം വീട്ടിൽ ദാരിദ്ര്യമാണ്, കടമാണ് എന്നൊക്കെ കമന്റുകളായും അല്ലാതെയും ഒക്കെ നമ്മളോട് പങ്കുവെക്കുന്നവർ ഫോണിലൂടെയും നമ്മുടെ വീഡിയോയുടെ താഴ്ഭാഗത്തൊക്കെ വന്നിട്ട് മുഅ്മിനീങ്ങൾ ഓരോ വിഷയങ്ങൾ എഴുതിയറിയിക്കാറുണ്ട്. അങ്ങനെ വിഷമങ്ങൾ പറയുന്നവരുണ്ട്. അവർക്ക് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു തന്ന നല്ലൊരു പരിഹാരമായ ദിക്റാണ്. അതുപോലെ തന്നെ പലരും പറയാറുണ്ട്, ഉസ്താദേ വീട്ടിലൊക്കെ വലിയ ആപത്തുകളാണ്, മാറി മാറി രോഗങ്ങളാണ്, എപ്പോഴും പ്രയാസവും സങ്കടങ്ങളാണ് എന്നൊക്കെ പറയുന്നവരുണ്ട്. അവർക്കൊക്കെയുള്ള നല്ലൊരു ദിക്ർ ഞാൻ പറഞ്ഞു തരാം. ഇതുപോലെ തന്നെ മുത്തനബിയുടെ കാലത്ത് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് വന്ന് പരാതി പറയുന്ന ആളുകളുണ്ടായിരുന്നു. അല്ലെ, നമ്മൾ പരസ്പരം നമ്മുടെ വിഷമങ്ങൾ പങ്കുവെക്കുന്നത് പോലെ അല്ലാഹുവിന്റെ റസൂലിന്റെ കാലഘട്ടത്തിൽ സഹാബികൾ വന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് വിഷമങ്ങൾ പറയുമായിരുന്നു, പരാതികൾ പറയുമായിരുന്നു. അങ്ങനെ വരുന്ന സഹാബത്തിന് അല്ലാഹുവിന്റെ റസൂലോടെന്ന് പറഞ്ഞു കൊടുത്തത്, പരിഹാരമായി പറഞ്ഞു കൊടുത്തത് ദിക്റുകളും സൂറത്തുകളും സലാത്തുകളും ചൊല്ലാൻ പറയുമായിരുന്നു. അവർ അതുപോലെ ചെയ്തപ്പോൾ അവരുടെ ജീവിതത്തിൽ അതിനെല്ലാം പരിഹാരമായി എന്നുള്ളതാണ്. വലിയ വലിയ അനുഗ്രഹങ്ങൾ വന്നു ചേർന്നു എന്നുള്ളതാണ്. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ ഒരു പുരുഷൻ വന്നിട്ട് പറയുകയാണ്, അല്ലാഹുവിന്റെ റസൂലേ, വീട്ടിലെപ്പോൾ നോക്കിയാലും ആപത്തുകളാണ്, വീട്ടിലുള്ളവർക്കെല്ലാം മാറി മാറി രോഗങ്ങളാണ്, അതുപോലെ തന്നെ വീട്ടിൽ വളർത്തുന്ന ജീവജാലങ്ങളെല്ലാം ചത്തുപോകുന്നു, വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയാൽ വീണ് കൈകാലുകളൊടിഞ്ഞ് മറിഞ്ഞ് ക്ഷതമേൽക്കുന്നു. അങ്ങനെ പല പല ആപത്തുകളാണ് യാ റസൂലല്ലാഹ്, അതിനെന്തെങ്കിലും പറഞ്ഞു തരൂ നബിയേ. അപ്പോൾ തന്നെ ആ മനുഷ്യൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംസാരിച്ചോടുന്നപ്പോൾ രണ്ടാമത് ഒരാൾ വന്ന് പറയുന്നു, നബിയേ, വീട്ടിൽ ഭയങ്കര ദാരിദ്ര്യമാണ്, ഭക്ഷണത്തിന് പോലും വകയില്ല യാ റസൂലല്ലാഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവർക്ക് രണ്ടുപേർക്കും കൂടി ഒരു ദിക്ർ പറഞ്ഞു കൊടുക്കുകയാണ്. നേരം പുലർന്നാൽ പ്രഭാതത്തിൽ നിങ്ങളത് ചെല്ലുക എന്ന് നബിയനാ റസൂലുള്ളാഹി. കണ്ട മുഅ്മിനീങ്ങളെ, ഏതാണ് ആ ദിക്ർ? നമ്മളെല്ലാ പ്രഭാത ദിക്റിലല്ലേ, നമ്മളെ ഈ വീഡിയോയിലൂടെ, നമ്മളെ ഈ ചാനലിലൂടെ എല്ലാ ദിവസവും രാവിലെ 5:30 നമ്മൾ പ്രഭാത ദിക്റുകൾ ചെല്ലാറുണ്ട്. അല്ലാഹു റസൂൽ പഠിപ്പിച്ച ദിക്റുകൾ നമ്മൾ ചൊല്ലി ദുആ ചെയ്യാറുണ്ട്. അപ്പൊ ആ പ്രഭാത ദിക്റുകൾ നമ്മൾ എന്നും ഉൾപ്പെടുത്തുന്ന മഹത്തായ ഒരു ദിക്റാണ്. അപ്പൊ എല്ലാവരും ഈ ശബ്ദം കേൾക്കുന്ന മുഅ്മിനീങ്ങളെ, നിങ്ങളെല്ലാവരും പ്രഭാത ദിക്റിൽ പങ്കെടുക്കണം. എല്ലാ ദിവസവും രാവിലെ 5:30 നമ്മൾ പ്രഭാത ദിക്റുകൾ ചെല്ലാറുണ്ട്. വലിയ വലിയ അത്ഭുതങ്ങളായ ദിക്റാണ്. അതൊക്കെ ജീവിതത്തിൽ നമ്മൾ ചൊല്ലി ഇറങ്ങിയാൽ അല്ലാഹു വലിയ വലിയ ഐശ്വര്യങ്ങൾ നൽകുന്നതാണ്, മുസീബത്തുകൾ അല്ലാഹു തട്ടി നീക്കുന്നതാണ്, ഖൈറുകൾ അല്ലാഹു നമുക്ക് നൽകുന്നതാണ്. അങ്ങനെയുള്ള മഹത്തായ ദിക്റാണ്. അപ്പൊ ഈ രണ്ട് സഹാബികൾ അല്ലാഹുവിന്റെ റസൂലിനോട് വന്ന് ചോദിച്ചു, യാ റസൂലല്ലാഹ്, ദാരിദ്ര്യമാണ്, വിഷമമാണ്, പ്രയാസമാണ്, ആപത്തുകളാണ് എന്ന് പറഞ്ഞപ്പോൾ അല്ലാഹുവിന്റെ റസൂൽ അവർക്ക് രണ്ടുപേർക്കും പറഞ്ഞു കൊടുക്കുകയാണ്, ബിസ്മില്ലാഹി അലാ നഫ്സി വഅഹ്ലി വമാലി, ബിസ്മില്ലാഹി അലാ നഫ്സി വഅഹ്ലി വമാലി, ബിസ്മില്ലാഹി അലാ നഫ്സി വഅഹ്ലി വമാലി. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ അവർ അല്ലാഹുവിന്റെ ഹബീബിനോട് വന്ന് പറയുകയാണ്, നമ്മൾ ഈ ദിക്ർ പ്രഭാതത്തിൽ പതിവായി ചൊല്ലാൻ തുടങ്ങിയപ്പോൾ നമ്മുടെ പ്രശ്നങ്ങളെല്ലാം മാറി നബിയേ, അല്ലാഹുവിന്റെ ഹബീബേ. അപ്പോൾ നിങ്ങളും എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ ഈ ദിക്ർ നിങ്ങളുടെ ജീവിതത്തിൽ കൊണ്ടുവരിക. ജോലിയില്ലാത്തവരുണ്ട്, നമ്മുടെ കൂട്ടത്തിൽ ജോലിയില്ലാത്തവരുണ്ട്, കടങ്ങൾ കൊണ്ട് പെരുകപ്പെട്ടവരുണ്ട്, ദാരിദ്ര്യം കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട്, രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട്. അങ്ങനെ ജീവിതത്തിന്റെ പല മേഖലകളിലും പ്രയാസങ്ങളും കഷ്ടപ്പാടുകളും ദുരിതങ്ങളും വേദനകളും അനുഭവിക്കുന്ന മുഅ്മിനീങ്ങൾ മുഅ്മിനാത്തുകളുണ്ട്. നമ്മുടെയൊക്കെ പല ഭവനങ്ങളിലും എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ പ്രയാസങ്ങളിലൂടെയും നൊമ്പരങ്ങളിലൂടെയും ആപത്തുകളുടെയും കടന്നു പോകുന്നവരെ, അതെല്ലാം നീങ്ങിപ്പോകാൻ ഈ ദുആ ആരും മറക്കരുത്. അല്ലാഹു സുബ്ഹാനഹു വ തആല കാരുണ്യവാനായ പടച്ചവൻ ഈ ദുആകളൊക്കെ ചെല്ലാൻ റഹ്മാനായ റബ്ബ് നമുക്ക് തൗഫീഖ് തരട്ടെ. ആമീൻ. അപ്പോൾ ഈ മഹത്തായ പ്രാർത്ഥന, ഈ മഹത്തായ ദുആ, ഈ മഹത്തായ ദിക്ർ എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ
എല്ലാ ദിവസവും ചെല്ലാൻ ശ്രമിക്കുക. അല്ലാഹുവേ, സർവ്വ ആപത്തുകളിൽ നിന്നും വിപത്തുകളിൽ നിന്നും കഷ്ടപ്പാടുകളിൽ നിന്നും ദുരിതങ്ങളിൽ നിന്നും വേദനകളിൽ നിന്നെല്ലാം ഞങ്ങളെ കാക്കണേ അല്ലാഹ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ്. അല്ലാഹുമ്മ ഇഗ്ഫിർ ലനാ വലിവാലിദീനാ വലിമശായിഖിനാ വലിഅസാതിദിനാ റബ്ബനാ വമാ കമാ റബ്ബൗനാ സിഗാറ. റഹ്മാൻ റഹീമിനായ അല്ലാഹുവേ, ഞങ്ങൾ പറഞ്ഞതും കേട്ടതെല്ലാം ഒരു സാലിഹായ അമലാക്കണേ അല്ലാഹ്. ഇതെല്ലാം രണ്ട് ലോകത്തും വിജയം കൈവരിക്കുന്ന കൂട്ടത്തിലാക്കണേ അല്ലാഹ്. അല്ലാഹുവേ, നിങ്ങൾ പറഞ്ഞതും കേട്ടത് ഒരു സാലിഹായ അമലാക്കണേ അല്ലാഹ്. ഇതിന്റെ മിഥില സവാബ് ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടുകൂടെ ഖബറിലെത്തിക്കണേ അല്ലാഹ്. പടച്ചവനെ, ഇതെല്ലാം ഒരു സാലിഹായ അമലാക്കണേ അല്ലാഹ്. റഹ്മാനായ റബ്ബേ, ഞങ്ങളുടെ കൂട്ടത്തിൽ രോഗികളുണ്ട്, ഞങ്ങളുടെ രോഗങ്ങളെ ശിഫയാക്കണേ അല്ലാഹ്. കടങ്ങൾ കൊണ്ട് അതിരിക്കപ്പെട്ടവരുണ്ട്, കടങ്ങൾ കൊണ്ട് മൂടപ്പെട്ടവരുണ്ട്, കടത്തിൽ ഞങ്ങളെ രക്ഷപ്പെടുത്തണേ അല്ലാഹ്. ഞങ്ങൾ ആരെയും നീ കടക്കാറായി ഭരിപ്പിക്കല്ലേ അല്ലാഹ്. അതുപോലെ പടച്ചവനെ, റഹ്മാനായ റബ്ബേ, ഞങ്ങൾക്ക് പലരും ഭവനങ്ങളില്ലാത്തവരാണ്, ഞങ്ങൾക്ക് ഭവനങ്ങൾ നൽകണേ അല്ലാഹ്. ഞങ്ങളുടെ കൂട്ടത്തിൽ ജോലിയില്ലാത്തവരുടെ ജോലി നൽകണേ പടച്ചവനെ. എത്രയോ മുഅ്മിനീങ്ങൾ മുഅ്മിനാത്തുകൾ ദാരിദ്ര്യം കൊണ്ട് വലയുന്നവരുണ്ട് റബ്ബേ. സമ്പത്തിന്റെ വഴികൾ വിശാലമാക്കണേ അല്ലാഹ്. ഞങ്ങളോട് ദുആ കൊണ്ട് വസിയത്ത് ഒരുപാട് സഹോദരീ സഹോദരന്മാർ അല്ലാഹുവേ, പ്രവാസികളുണ്ട്, അവരുടെയൊക്കെ യാത്രകളെ സന്തോഷകരമാക്കണേ അല്ലാഹ്. സന്തോഷത്തോടെ സൗന്ദര്യത്തോടെ സമ്പത്തോടെ യാത്ര ചെയ്യാനുള്ള ഭാഗ്യം അവർക്ക് നൽകണേ അല്ലാഹ്. എല്ലാ മേഖലകളും ഖൈർ നൽകണേ അല്ലാഹ്. പടച്ചവനെ, ആകാശത്ത് നിറങ്ങുന്നതും ഭൂമിയിൽ നിന്ന് മുളയ്ക്കുന്നതുമായ സർവ്വ ആപത്തുകളെ തൊട്ടും വിപത്തുകളെ തൊട്ടും ഞങ്ങളെയും ഞങ്ങളോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത മുഅ്മിനീങ്ങൾ മുഅ്മിനാത്തുകൾ എല്ലാം നീ കാക്കണേ അല്ലാഹ്. റബ്ബേ, ഞങ്ങളെ ഈ മജ്‌ലിസിൽ നീ ബർക്കത്ത് ചൊരിയണേ അല്ലാഹ്. സന്തോഷങ്ങൾ നിലനിർത്തണേ അല്ലാഹ്. മുസീബത്തുകളിൽ നിന്ന് ആപത്തുകളിൽ നിന്നെല്ലാം ഞങ്ങളെയും ഞങ്ങളെ മക്കളെയും കാക്കണേ അല്ലാഹ്. ഈ ഭൂമിയിൽ എന്തെല്ലാം അനുഗ്രഹങ്ങൾ നീ ഞങ്ങൾക്ക് നൽകിയിട്ടുണ്ടോ അതിലെല്ലാം ബർക്കത്ത് ചൊരിയണേ അല്ലാഹ്. നീ തന്ന ശരീരങ്ങളിലെ ബർക്കത്ത് ചൊരിയണേ അല്ലാഹ്. കിഡ്നി രോഗം, ഹാർട്ട്, ബ്രെയിൻ ട്യൂമർ, ബ്രസ്റ്റ് ക്യാൻസർ പോലെയുള്ള പേടിപ്പെടുത്തുന്ന ഭയപ്പെടുത്തുന്ന രോഗങ്ങൾ ഞങ്ങളെ കാക്കണേ അല്ലാഹ്. ഞങ്ങളെ മക്കളിൽ ബർക്കത്ത് ചൊരിയണേ അല്ലാഹ്. പടച്ചവരെ, ആകാശത്ത് നിറങ്ങുന്നതും ഭൂമിയിൽ നിന്ന് മുളയ്ക്കുന്നതുമായ സർവ്വ ആപത്തുകളെ തൊട്ടും വിപത്തുകളെ തൊട്ടും അവരെയും ഞങ്ങളെയും നീ കാക്കണേ അല്ലാഹ്. പടച്ചവനെ, ഞങ്ങളുടെ മക്കൾക്കൊക്കെ പരീക്ഷകളാണ്, വലിയ വലിയ വിജയങ്ങൾ നൽകണേ അല്ലാഹ്. ബുദ്ധിപൂർവ്വം നൽകണേ അല്ലാഹ്. ഓർമ്മശക്തി നൽകണേ അല്ലാഹ്. പഠിക്കാനുള്ള ആവേശവും ഉന്മേഷവും നൽകണേ അല്ലാഹ്. റബ്ബേ, ഞങ്ങളുടെ മക്കളെയൊക്കെ നീ ആലിമീങ്ങളും സാലിഹീങ്ങളും പണ്ഡിതന്മാരും ഉദ്യോഗസ്ഥന്മാരും നാട്ടിലെ മാതാപിതാക്കൾക്കും നാട്ടുകാർക്കും എല്ലാം ഉപകാരപ്രദമായ മക്കളാക്കണേ അല്ലാഹ്. അവിടെ രോഗങ്ങൾ ശിഫയാക്കണേ അല്ലാഹ്. ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകണേ അല്ലാഹ്. എല്ലാ മേഖലകളിലും വിജയങ്ങളും സന്തോഷങ്ങളും നിലനിർത്തണേ അല്ലാഹ്. റബ്ബേ, ഞങ്ങളെ ഒരുമിച്ച് കൂടെ നീ സ്വീകരിക്കണേ അല്ലാഹ്. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. കാരുണ്യവാനായ റബ്ബേ, ഞങ്ങളുടെ ദുആ നീ ഖബൂൽ ചെയ്യണേ അല്ലാഹ്. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين برحمتك يا أرحم الراحمين. بحق صلى الله على محمد صلى الله عليه وسلم. صلى الله على محمد صلى الله عليه وسلم. اللهم صل على محمد يا رب صل عليه وسلم.